ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് പെരിയത്തിൻ്റെ നന്ദി പറയുന്നു. ഞാൻ ഒരു ഹ്രസ്വമായി മാത്രം ആശംസകൾ ഇടവകയുള്ള എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും പേരിൽ അച്ഛൻ ആശംസിക്കുകയാണ്. ഈ ഇടവകയിൽ നിന്നും സമൃദ്ധ നയിക്കുന്ന എല്ലാവരുടെയും ഇരട്ട സഹോദരങ്ങളാണ് അച്ഛൻ്റെ അഭയമായി മാതൃകയിൽ പിടിച്ചെന്നാണ് ഞങ്ങൾ എല്ലാവരും ഈ വഴി തിരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുന്ദരമായ മാതൃക നൽകിയ അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും സന്തോഷപൂർവ്വം നേരുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥന നമ്മുടെ തിരുപ്പതിയിലെ അച്ഛൻ്റെ കൈകൾ നമുക്കറിയാം 50 വർഷത്തെ പ്രവൃത്തി ജീവിതവും അതുപോലെ പ്രായത്തിൻ്റെയും ഒക്കെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ആ ശരീരത്തിലും കൈകൾക്കുണ്ട്. നമ്മൾ പലപ്പോഴും ഇടവകങ്ങളായി നമുക്ക് ഇവിടെ ജീവിക്കുന്ന എല്ലാവരും അപ്പനമ്മമാര് കുടുംബനാഥന്മാരൊക്കെ ഇവിടെ തന്നെ വളർന്ന് പങ്കെടുക്കുകയാണ്. അതിൻ്റെ എല്ലാ ശാഖകളും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ വൈദികരായി സമർപ്പിച്ച് നയിക്കുന്ന ഓരോരുത്തരും ലോകത്ത് നാനാഭാഗങ്ങളിൽ പോയി അവിടെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പറിച്ചെടുത്ത് ഒന്നുമില്ലാത്തവരായി ശൂന്യമായി വീണ്ടും നാട്ടിലേക്ക് വരുന്നത്. അവർക്ക് രാഷ്ട്രമുള്ളത് ഇതുപോലെ എന്താ പറയാ ഫ്രജൈലായ ശരീരങ്ങളായിരുന്നു. പലപ്പോഴും നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് നിസ്സഹായത നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ അവരുടെ ആ ശരീരത്തിൽ സംസാരിക്കാനുള്ളതായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവശേഷിപ്പിച്ചിട്ടാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ പ്രവാസത്തിൽ മുഴുവൻ നോക്കുകയായിരുന്നു. ഞാൻ ഒക്കൽ പള്ളിയിലായിരുന്ന സമയത്ത് അവിടെയൊക്കെ അച്ഛനെ സംബന്ധിച്ചതായ ഒരുപാട് നല്ല വിശേഷങ്ങൾ അവിടെയുള്ള കാരണം നമുക്കെല്ലാം പറയാം. നമ്മുടെ കോടനാട് താന്നിപ്പുഴ കോടനാട് വല്ലം വഴികളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊടാലപ്പാട് ആണ്ടപുരം റോഡ് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന അച്ഛൻ്റെ കാലത്താണ്. അച്ഛൻ്റെ ബന്ധുബലവും അച്ഛൻ്റെ സ്വാധീനവും ഉപയോഗിച്ച് അച്ഛൻ നല്ല ചെറുപ്പകാലത്ത് അധികാരം ചെയ്തുണ്ടാക്കിയ റോഡാണത്. അതിൻ്റെ ഒരുപാട് മഹാത്മ്യങ്ങൾ അതുവഴി ആ നാടുണ്ടായ പുരോഗതി 40 വർഷം 45 വർഷമുള്ള കാര്യമാണ്. അതിന് അച്ഛൻ്റെ ഓരോ ഇടവകളിലെയും സേവനങ്ങൾ ഒക്കെ നമുക്ക് ഈ ദിവസം നോക്കാനായിട്ട് സാധിക്കണം. ഫിലിപ്പൈൻസിലും അമേരിക്കയിലും നമ്മുടെ അതിർത്തികളിലും ചെയ്ത ഒരുപാട് സേവനങ്ങൾ, അതുപോലെ ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് വ്യക്തികളും അച്ഛനിലൂടെ വളർന്നു വന്നവർ അവിടെയൊക്കെ ദൈവസന്നിധിയായ നന്മകൾ ഒക്കെ ഇതിൽ നോക്കാനായിട്ട് സാധിക്കട്ടെ. എറണാകുളം മുഖമാരി അതിർത്തിയിലെ വൈദിക നിധിയിൽ ഞങ്ങൾക്ക് ഞാൻ അച്ഛൻ്റെ മെസ്സേജുകൾ